ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകള്, സംസ്ഥാന സർക്കാര്, അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ സംവിധാനം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത്. അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും. അത് 5 കോടി ഏറ്റവും കുറവാണ്. അതിലും കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കേസിലെ പ്രതിക്ക് സാധിക്കും. ജിഷ വധക്കേസ് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പെരുമ്പാവൂരിലെ ജിഷയെ അതിക്രൂരമായാണ് പ്രതി എന്ന് പറയപ്പെടുന്ന അമീർ ഇസ്ലാം കൊലപ്പെടുത്തിയത്. എന്നാൽ അമീർ അല്ല പ്രതിയെന്ന് അമീറിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തതിനു ശേഷം അഡ്വക്കേറ്റ് ആളൂർ മലയാളി വാർത്തയോട് പറയുന്നു. മാത്രമല്ല, നിരപരാധിയായ അമീറിനെ ജയിലിൽ അടയ്ക്കാൻ കൂട്ടുനിന്ന ജിഷയുടെ അമ്മ രാജേശ്വരിയെയും പോലീസിനെയും ഒക്കെ ജയിലിലാക്കും എന്നാണ് ആളൂർ മലയാളി വാർത്തയോട് പറഞ്ഞത്. നോക്കൂ, അമീർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന സാഹചര്യ തെളിവുകൾ എന്താണെന്ന് കോടതിയെ ധരിപ്പിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തിക്കെതിരെ കള്ളവായി കേസ് കൊടുത്ത് ആ കളവായ കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സത്യം എന്താണെന്ന് കോടതിയിൽ തെളിയിക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഗോവിന്ദസ്വാമിയുടെ കേസ് കണ്ടതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരേ ഒരു ചോദ്യമാണ് ഗോവിന്ദസ്വാമിയുടെ കേസ് നടക്കുമ്പോൾ പ്രോസിക്യൂഷനോട് ചോദിച്ചത്. 100% 101% തെളിവുകൾ പ്രതിക്കെതിരെ ഉണ്ടെങ്കിൽ മാത്രമേ വധശിക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 101% പോയിട്ട് 10% തെളിവുകൾ പോലും പ്രോസിക്യൂഷന് വധശിക്ഷ നൽകാനായിട്ട് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. ഓരോ സാഹചര്യവും ഈ പറയുന്ന പ്രോസിക്യൂഷനെതിരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രമാദമായ പല കേസുകളിലും ചില വീഴ്ചകൾ വരുത്താനായിട്ട് ആര് ശ്രമിക്കാറുണ്ട്? പ്രോസിക്യൂഷൻ ശ്രമിക്കാറുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗം അന്വേഷണ ഉദ്യോഗസ്ഥന് യഥാർത്ഥ രീതിയിൽ അന്വേഷണം നടത്താത്തതിന്റെ ഭാഗം, അതുപോലെ തന്നെ സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കാൻ ഇവർക്ക് സാധിക്കാത്തത്, ഒരുപാട് സമയത്തിന് ശേഷം പ്രതിയെ അറസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സാധാരണഗതിയിൽ വീണ്ടും ഈ പറയുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, അത് ഒരു കുറഞ്ഞ ശിക്ഷയായിട്ട് ഗോവിന്ദസ്വാമിയുടെ കേസിൽ നിങ്ങൾ കണ്ടതാണ്. 302 അല്ലെങ്കിൽ 399 399 വെച്ചാൽ കൾപ്പബിൾ ഒമിസൈഡ് പോലും തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല. മർഡർ അതിനുശേഷമായി വരുന്നതാണ്. അവിടെ 325 എന്ന് പറയുന്ന ഒരു വകുപ്പ് മാത്രമാണ് പ്രോസിക്യൂഷന് മർഡറുമായി തെളിയിക്കാൻ സാധിക്കാൻ വന്നത്. അതുകൊണ്ട് ഒരു റേപ്പ് എന്ന് പറയുന്ന റേപ്പ് 2 തരത്തിലുണ്ട്. ഒന്ന് കൺവെൻഷണൽ റേപ്പ്, 2 ലീഗൽ റേപ്പ്. ഇവിടെ കൺവെൻഷണൽ റേപ്പ് ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുമ്പോൾ ഒരു ലീഗൽ റേപ്പ് നടന്നിട്ടുണ്ട്. പുട്ടിംഗ് എനി ഇൻസ്ട്രുമെന്റ് ഓർ എനി വെപ്പൺ ഇൻസൈഡ് ദ വെജൈന, അതാണ് ലീഗൽ റേപ്പ് എന്ന് പുതിയ നിയമങ്ങളുടെ BNSS ആയാലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സംഹിതയായാലും മറ്റുള്ള നിയമങ്ങളാണെങ്കിലും ഇപ്പോൾ വന്ന നിയമങ്ങളുടെയും അത് മുൻപുള്ള നിയമങ്ങളുടെയും അമെന്റ്മെന്റുകളുടെയും ആകെ തുക എടുക്കുകയാണെങ്കിൽ ലീഗൽ റേപ്പ് കമ്മിറ്റ് ചെയ്തു. ഈ ലീഗൽ റേപ്പ് കമ്മിറ്റ് ചെയ്താൽ അതിന്റെ സാഹചര്യങ്ങൾ കൂടെ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ലീഗൽ റേപ്പ് നടന്നു എന്നുള്ളത്, കൺവെൻഷണൽ റേപ്പ് നടന്നു എന്നുള്ളത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരുപക്ഷെ ഈ റേപ്പ് തന്നെ നിലനിൽക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള 2 സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ റേപ്പും അതുപോലെ തന്നെ ഈ പറയുന്ന കൊലപാതകവും രണ്ടും എങ്ങനെ കൊല നടത്തി എന്നുള്ളത് തെളിയിക്കാൻ ഒരുപക്ഷെ പ്രോസിക്യൂഷന് ഈ കേസിൽ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിലേക്ക് കടന്നു എന്നുള്ളതും ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്നു എന്നുള്ളതും ഒരു കേസല്ല. കുട്ടി ഈ പറയുന്ന മൽപ്പിടുത്തത്തിൽ വീണു, അതിനുശേഷം റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, സമ്മതിച്ചില്ല, അതുകൊണ്ട് പ്രൈവറ്റ് പാർട്ട് നശിപ്പിച്ചു എന്നാണ് പ്രോസിക്യൂഷൻ കേസെങ്കിൽ ആ കേസിന് ഉപോത്ബലകമായ തെളിവുകൾ നിരത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തി വരുമ്പോൾ പ്രധാനമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വീണ്ടും ചർച്ചകൾ നടക്കും. രണ്ടാമതായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം തൂക്കുമരണം വേണമോ വേണ്ടയോ എന്നുള്ളതാണ്.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നതാണ്. ജസ്റ്റിസ് കൃഷ്ണ അയ്യർ അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നിരുന്നു. ലോകരാജ്യങ്ങളെല്ലായിടത്തും തൂക്കുമരണം ഒഴിവാക്കിയിരിക്കുകയാണ്. ശിക്ഷ വേണം എന്നുള്ളത് സത്യമാണ്. അത് തൂക്കുമരണം വരെ ആവാം എന്ന് പറയുന്നുണ്ടെങ്കിലും പുതിയ നിയമം അതിനെ അനുശാസിക്കുന്നുണ്ടെങ്കിലും തൂക്കുമരണം പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു 80% ആളുകളാണ് ലോകത്തുള്ളത്. കാരണം കണ്ണിന് പകരം കണ്ണ്, മൂക്കിന് പകരം മൂക്ക് എന്നുള്ള ഒരു സിദ്ധാന്തമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾ കുറ്റവാളിയാകുന്നു, ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആ കുറ്റത്തിന് ഗൗരവം നമ്മൾ കണക്കാക്കിയിട്ട് വേണം അതിന് ശിക്ഷ വിധിക്കാനായിട്ട്. ഇനി അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് ജയിൽ? ദ വേർഡ് ജയിൽ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിക്കുക, അതാണ് ജയിലിന്റെ ഉദ്ദേശം. അപ്പോൾ ജയിലിൽ ഒരാളെ കൊണ്ടുപോയി അയാളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ജയിൽ എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ 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 പ്രസക്തിയുണ്ട്. ഇതിനിടയിൽ എന്താണ് 5 കോടി അമീറിന് കൊടുക്കണമെന്ന് പറഞ്ഞു? ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ കേസ് സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിയിക്കാനായിട്ട് ഒരുപക്ഷെ പ്രോസിക്യൂഷന് സാധിച്ചില്ലെങ്കിൽ, പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾ തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ എന്തിന് ഇത്രയും കാലം ഒരു പ്രതിയെ ഒരു കാര്യവുമില്ലാതെ ജയിലിൽ അടച്ചു? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ നശിപ്പിച്ചില്ലേ? അദ്ദേഹത്തിനെ അങ്ങനെ നശിപ്പിക്കുന്നത് അദ്ദേഹം ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണോ? കേരളത്തിലെ സമൂഹത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഒരാളായതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്തത് എന്ന് കോടതിയുടെ മുന്നിൽ വീണ്ടും നമ്മൾ മെലീഷ്യസ് പ്രോസിക്യൂഷന് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ മെലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ പ്രതിയാക്കുകയും ആ പ്രതി കേസിൽ കുറ്റവിമുക്തനാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേസ് കൊടുത്ത ഈ പറയുന്ന രാജേശ്വരി അമ്മ അടക്കമുള്ള ആളുകള്, സംസ്ഥാന സർക്കാർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ സംവിധാനം അവരെല്ലാവരും ചേർന്നുകൊണ്ട് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്നത്. അതനുസരിച്ച് നഷ്ടപരിഹാരം നേടുന്നതിനു വേണ്ടി തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനും ഉണ്ടാകും. അത് 5 കോടി ഏറ്റവും കുറവാണ്. അതിലും കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കേസിലെ പ്രതിക്ക് സാധിക്കും. പക്ഷേ സാഹചര്യങ്ങൾ, മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് പ്രതിക്ക് അനുകൂലമാകണം, പ്രതിക്ക് അനുകൂലമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 5 കോടിയിൽ കുറയാത്ത നഷ്ടപരിഹാരം തരാൻ രാജേശ്വരി അമ്മയും അതുപോലെ തന്നെ സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഉത്തരവാദിയാണ്.